ഏതൊരു യുദ്ധത്തിലും ആയുധങ്ങൾക്കൊപ്പം ആ രാജ്യം അയക്കുന്ന ഒന്നായിരിക്കും നുണബോംബുകൾ. ഒരുപക്ഷെ ആയുധം കൊണ്ട് ജനങ്ങൾക്ക് നേരിട്ട് മുറിവേൽക്കുമ്പോൾ നുണബോംബുകൾ കൊണ്ട് ജനങ്ങൾക്ക് മുറിവേൽക്കുവാനും ജനങ്ങളെ മുറിവേൽപ്പിക്കുവാനും കഴിയും. മാത്രമല്ല, ചില നരേഷനുകൾ സൃഷ്ടിച്ചെടുക്കാനും ശത്രു രാജ്യത്തെ അസ്ഥിരമാക്കുവാനും ഒക്കെ കഴിയും. ഏതെങ്കിലും ഒരു രാജ്യത്തിൻ്റെ പരമോന്നത നേതാവോ ആ രാജ്യത്തെ ഏറ്റവും പ്രിയപ്പെട്ടതോ ആയ സംഭവങ്ങളെയോ യാഥാർത്ഥ്യങ്ങളെയോ വ്യക്തികളെയോ ഒക്കെ കുറിച്ച് ഇല്ലാ കഥകൾ പ്രചരിപ്പിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ അവരെ വിശ്വസിക്കുന്ന അല്ലെങ്കിൽ അവരുമായിട്ട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഒരു ജനത അവർ പാനിക് ആവുകയോ അതല്ലെങ്കിൽ അവർ വയലൻ്റ് ആവുകയോ ഒക്കെ ചെയ്യുന്നൊരു സാഹചര്യം ഉണ്ടാകും. പലപ്പോഴും ശത്രുക്കൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ മുതലെടുത്തുകൊണ്ടാണ് പലപ്പോഴും പല കാര്യങ്ങളും വിജയിപ്പിച്ചെടുക്കാറുള്ളത്. ഇറാനിലും അത്തരത്തിലുള്ള ചില ശ്രമങ്ങളൊക്കെ നടത്തി നോക്കി എന്ന് മാത്രമല്ല, അതൊക്കെ പരാജയപ്പെടുകയും ഒരു ഐക്യം ജനങ്ങൾ തമ്മിൽ പ്രതിപക്ഷ ഭരണപക്ഷ വ്യത്യാസമില്ലാതെ രൂപപ്പെടുകയും ഒരു ആൻറ്റി ഇസ്രയേൽ മൂവ്മെൻറ്റ് അവിടെ രൂപപ്പെട്ടു വരികയും ചെയ്തു എന്നുള്ളതാണ്. ഇക്കാര്യത്തെക്കുറിച്ച് കഴിഞ്ഞ ദിവസം നമ്മൾ വളരെ വ്യക്തമായിട്ട് തന്നെ ഇത്തരം നുണകളെക്കുറിച്ച് ആ നുണകൾ അന്താരാഷ്ട്ര തലത്തിൽ എങ്ങനെയായിരുന്നു അവർ പടച്ചു വിട്ടുകൊണ്ടിരുന്നത് എന്നത് സംബന്ധിച്ചൊക്കെ നമ്മൾ പറഞ്ഞതാണ്. നേരത്തെ അഫ്ഗാനിലും ഇറാനിലുമൊക്കെ അമേരിക്ക യുദ്ധം ചെയ്യുമ്പോൾ അമേരിക്കയുടെ ഏത് ജനവിരുദ്ധ ജനാധിപത്യ വിരുദ്ധ അല്ലെങ്കിൽ മനുഷ്യത്വ വിരുദ്ധമായിട്ടുള്ള പ്രവർത്തനത്തെയും ന്യായീകരിക്കുന്ന ഒരു വാർത്താ സംഘം എപ്പോഴും സജ്ജമായിരിക്കും. ഒരു വാർത്ത പടച്ചു വിടേണ്ട പക്ഷം അത് പ്രചരിപ്പിക്കേണ്ട മറ്റൊരു ടീമുണ്ടാകും. ഇതൊക്കെ ഒരു നരേഷൻ ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയും ഒരു പ്രൊപ്പഗണ്ട സ്ഥാപിച്ചെടുക്കുന്നതിന് വേണ്ടിയുമൊക്കെ ഈ പാശ്ചാത്യ ലോബികൾ കാലങ്ങളായിട്ട് ചെയ്തു വന്നിരുന്നത്. പക്ഷേ ഈ ഒരു ഇറാൻ ഇസ്രയേൽ യുദ്ധത്തിൽ അമേരിക്കയുടെ പിന്തുണയുണ്ടായിട്ടും ഇസ്രയേലിനെതിരാണ് ഗ്രൗണ്ട് റിയാലിറ്റി എന്നത് നമ്മൾ മനസ്സിലാക്കണം. എന്തുകൊണ്ട് ഇസ്രയേലിന് ഇത്തരത്തിലുള്ളൊരു ഗ്രൗണ്ട് റിയാലിറ്റി എതിരായി എന്ന് ചോദിച്ചാൽ ഇവിടെയാണ് ഇസ്രയേൽ ആ രാജ്യത്ത് എന്തുകൊണ്ട് സെൻസറിങ് ഏർപ്പെടുത്തി എന്നത് സംബന്ധിച്ചിട്ടുള്ള ഒരു വാർത്തയെ നമ്മൾ അനലൈസ് ചെയ്യേണ്ടത്. ആ രാജ്യത്ത് അവർ ടെല്ലവീവിലേക്കും ഹൈഫയിലേക്കും ജെറൂസലമിലേക്കും അതോടൊപ്പം തന്നെ മധ്യ ഇസ്രയേലിലേക്കും തെക്കൻ ഇസ്രയേലിലേക്കുമൊക്കെ ഇറാൻ്റെ മിസൈലുകൾ ചീറിപ്പാഞ്ഞപ്പോൾ ആദ്യം ഇസ്രയേൽ ഇത്തരം വാർത്തകളെയൊക്കെ തടയാതിരുന്നു. പിന്നീട് ഇസ്രയേലിന് കൂടുതൽ പരിക്കുകളുണ്ടായി എന്ന വാർത്തകൾ വന്നു തുടങ്ങിയപ്പോൾ അതിനർത്ഥം ഇസ്രയേൽ ലോകത്തിന് മുന്നിൽ അവതരിപ്പിച്ചിരുന്ന ഒരു ഡിഫൻസ് സിസ്റ്റം സംവിധാന പരാജയമാണ് എന്ന് ലോകം അറിയുകയും മാത്രമല്ല ഇസ്രയേൽ ലോകത്തിന് മുൻപിൽ കെട്ടിപ്പൊക്കിയിട്ടുണ്ടായിരുന്ന എല്ലാ കെട്ടിപ്പൊക്കലുകളും തകരുകയും ചെയ്തതോടെ ഇസ്രയേൽ അവരുടെ അസ്തിത്വത്തെ പിടിച്ചു നിർത്തുന്നതിന് വേണ്ടി അവർ അവിടെ ഒരു സെൻസറിങ് കൊണ്ടുവരികയാണ്. മാധ്യമ സ്ഥാപനങ്ങൾക്ക് റിയാലിറ്റി റിപ്പോർട്ട് ചെയ്യാനുള്ള അധികാരമില്ല, അവകാശമില്ല. സാധാരണഗതിയിൽ ബ്ലോഗർമാരും അല്ലെങ്കിൽ യൂട്യൂബേഴ്സും അല്ലെങ്കിൽ മാധ്യമപ്രവർത്തകരുടെ പേഴ്സണൽ അക്കൗണ്ടുകളും എക്സ് പ്ലാറ്റ്ഫോമുകളും ഒക്കെയാണ് ഈ സാധാരണഗതിയിൽ യുദ്ധരംഗത്തൊക്കെ ചില വാർത്തകളൊക്കെ പുറത്തേക്ക് കൊണ്ടുവരാറുള്ളത്. അവരെ അടക്കം ഇവർ സെൻസർ ചെയ്ത് ഇത്തരത്തിലുള്ളൊരു പോസ്റ്റ് നടത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജയിൽ ശിക്ഷ ഉറപ്പാണ്. ഇസ്രയേലിൻ്റെ ജയിലാണ്, വളരെ ക്രൂരമായ ജയിലാണ്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ളൊരു സെൻസറിങ് അവർ കൊണ്ടുവന്നു. സാധാരണഗതിയിൽ ഈ അറബ് മാധ്യമങ്ങളിലൊക്കെ നമ്മൾ കാണാറുള്ളത് ഒരു ദിവസം ഇപ്പോൾ റോയിട്ടേഴ്സ് എടുക്കാം, അൽ ജസീറ എടുക്കാം, അതോടൊപ്പം തന്നെ മറ്റു തരത്തിലുള്ള FP ആവട്ടെ RT ആവട്ടെ, അങ്ങനെ ഏത് വാർത്ത എടുത്താൽ ഇപ്പോൾ ഉക്രൈൻ റഷ്യ യുദ്ധമാണ് എന്നുണ്ടെങ്കിൽ ഒരൊറ്റ മേഖലയിലേക്ക് മാത്രം വളരെ വൈഡായിട്ട് ഒരു ക്യാമറ അങ്ങനെ വെച്ചുകൊണ്ട് ലൈവ് ടെലികാസ്റ്റ് നടത്തും. അതിൽ ശബ്ദമുണ്ടാകില്ല, വിവരണമുണ്ടാവില്ല, മറ്റേതെങ്കിലും ക്യാച്ച് വേർഡുകൾ ഉണ്ടാവില്ല. മറിച്ച് ഒരു രാത്രി മുഴുവൻ ആ ക്യാമറ ലൈവ് ടെലികാസ്റ്റ് അങ്ങനെ നടത്തിക്കൊണ്ടേ നിൽക്കും. അതിന് കാരണം അവിടെ നടക്കുന്ന ആ ഒരു ഈവൻ്റ് എന്താണോ, ആ ഒരു കീ ഇവൻ്റ്, അല്ലെങ്കിൽ ഒരു ബോംബ് ആക്രമണമായിരിക്കാം, മിസൈൽ പതിക്കുന്നതായിരിക്കാം, കെട്ടിടങ്ങൾ തകരുന്നതായിരിക്കാം, ആ മൂവ്മെൻ്റ് ഒപ്പിയെടുക്കുക എന്നതാണ് ഇവരുടെ പ്രധാനപ്പെട്ട ഈ അന്താരാഷ്ട്ര മാധ്യമങ്ങളിലൊക്കെ ഉണ്ടാകുന്ന ഒരു ലൈവ് രീതി. അതാണ് ആദ്യത്തെ ഗാസ ആക്രമണത്തിൽ ഗാസയിലേക്ക് ഇതുപോലെ കുറേ ക്യാമറകൾക്ക് തുറന്നു വെച്ച ചാനലുകളൊക്കെ ഉണ്ടായിരുന്നു. എന്നതുപോലെ ഇസ്രയേലിനകത്തേക്ക് വരുന്ന ആ മിസൈലുകളെ കാണാൻ വേണ്ടി അല്ലെങ്കിൽ തകരുന്ന കെട്ടിടങ്ങൾ കാണാൻ വേണ്ടി ഉണ്ടാകുന്ന പരിക്കുകൾ റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി മാധ്യമങ്ങളൊക്കെ ഉയരം കൂടിയ കെട്ടിടത്തിൻ്റെ മുകളിൽ ക്യാമറകൾ വെച്ച് അവർ ആ ടെറസിൻ്റെ മുകളിൽ ഇങ്ങനെ ഇരിക്കും. അങ്ങനെ ഇരുന്ന മാധ്യമപ്രവർത്തകരെ കസ്റ്റഡിയിലെടുക്കുന്നൊരു രംഗം കാണുകയുണ്ടായി. ഇസ്രയേലിൻ്റെ ഉദ്യോഗസ്ഥർ വരുന്നു, ഹെലികോപ്റ്ററിൽ നിരീക്ഷണം നടത്തുന്നു. കാരണം അത്രയ്ക്ക് അവർ സെൻസറിങ് ചെയ്തു എന്നുള്ളതാണ്. ഹെലികോപ്റ്ററിൽ നിരീക്ഷണം നടത്തി ഉയരമുള്ള കെട്ടിടങ്ങൾക്ക് മുകളിൽ ആളുകളുണ്ടോ ക്യാമറയുണ്ടോ എന്ന സൂക്ഷ്മ പരിശോധന നടത്തി അവരെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന രംഗമാണ്. ഇത്തരത്തിൽ സെൻസർ ചെയ്തുകൊണ്ടാണ് അവർ അവരുടെ അപകടത്തെ മറച്ചു പിടിക്കാൻ ശ്രമിക്കുന്നത്. പക്ഷേ ആ സെൻസറിങ്ങിനൊക്കെ ഇടയിലും ഇത്തരത്തിലുള്ള നമ്മളങ്ങനെയാണല്ലോ, ഒരു വാർത്ത ഒരു കാലത്ത് മൂടി വെക്കാൻ നമുക്ക് കഴിയില്ല. ഏതെങ്കിലും കാലത്ത് അത് പുറത്തു വരും, അതൊരു യാഥാർത്ഥ്യമാണ്. എന്നാൽ ഇസ്രയേലിനകത്ത് നിന്ന് തന്നെ
ആളുകൾ ഇത് പുറത്തേക്ക് വിടാൻ തുടങ്ങിയെന്ന് മാത്രമല്ല, അവർക്ക് ഏതെങ്കിലും തരത്തിൽ അവിടെ നിന്ന് രക്ഷപ്പെട്ടാൽ മതി എന്നൊരവസ്ഥയിലേക്ക് വന്നപ്പോൾ അതിൻ്റെ ഭീകരത അവർ തന്നെ, ആ ജനത തന്നെ കാണിക്കാൻ തുടങ്ങിയെന്നതൊരു വാസ്തവമാണ്. അത്തരത്തിലൊക്കെ ഇത്തരത്തിലൊക്കെ വാർത്തകൾ പടച്ചുവിടുകയും ഇത് വാർത്തകളെ ഭയക്കുകയും ചെയ്യുന്ന ആളുകൾ ഒരു സാഹചര്യം ഇവിടെയുണ്ട്. അതോടൊപ്പമാണ് നുണ കയറ്റി അയക്കുക എന്ന് പറയുന്നത്. ഇവിടെ ഒന്നും സംഭവിച്ചില്ല എന്ന് പറയുന്നതോടൊപ്പം തന്നെ മറ്റു രാജ്യത്ത് ഇത്രയൊക്കെ സംഭവിച്ചു എന്ന് പറയുകയും ഇതിൻ്റെ ഒരു ഭാഗമാണ്. അത്തരത്തിൽ ഇസ്രയേൽ ഇറാനിലേക്ക് അയച്ച ഒരു വലിയ നുണബോംബുണ്ട്. ഇസ്രയേലിൻ്റെ ആക്രമണത്തിൽ ഒരുപാട് ഇറാൻ്റെ മുതിർന്ന ഉദ്യോഗസ്ഥർ കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്നത് തർക്കമില്ലാത്ത കാര്യമാണ്. പക്ഷേ ചില ഉദ്യോഗസ്ഥരുടെ പേരുകൾ ചില ലിസ്റ്റുകളിൽ തന്ത്രപരമായി ഇവർ കയറ്റി അയക്കുകയാണ്. പലപ്പോഴും ഈ എക്സ് പോസ്റ്റുകളിലൊക്കെ ഇസ്രയേലിനെ അനുകൂലിക്കുന്ന വ്ളോഗറാവട്ടെ, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള നിരീക്ഷകരാവട്ടെ, മാധ്യമപ്രവർത്തകരാവട്ടെ, ഇവരൊക്കെ ഇറാനെ കളിയാക്കുന്നതിന് വേണ്ടി ഉപയോഗിച്ച് വന്നിരുന്ന ചില പോസ്റ്ററുകളുണ്ട്. അതിൽ കൊല്ലപ്പെട്ട ആളുകളുടെ ചിത്രം കാണിച്ച് അതിനു മുകളിൽ എലിമിനേറ്റഡ് എന്ന് സീൽ ചെയ്തുകൊണ്ട് 4ഉം 5ഉം ഇറാൻ ഉദ്യോഗസ്ഥരുടെയൊക്കെ ഫോട്ടോയൊക്കെ വെച്ചിട്ടാണ്. അടുത്ത നെക്സ്റ്റ് എലിമിനേഷൻ അല്ലെങ്കിൽ നെക്സ്റ്റ് കാർഡ് അലി ഖാംനെയി എന്ന് പറഞ്ഞുകൊണ്ട് ആയത്തുള്ള അലി ഖാംനെയിയുടെ ചിത്രം പോലും വെച്ചുകൊണ്ട് അതിലൊരു ക്വസ്റ്റ്യൻ മാർക്കൊക്കെ വെച്ചുകൊണ്ട് ആ തരത്തിലൊക്കെ ഇവർ ഈ പ്രചാരണങ്ങൾ നടത്തിയിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ ഇറാൻ്റെ മുതിർന്ന IRGCയുടെ ഖുദ്സ് വിഭാഗത്തിൻ്റെ കമാൻഡറായിട്ടുള്ള ഇസ്മായിൽ ഖാനി, അദ്ദേഹത്തെ ഞങ്ങൾ കൊലപ്പെടുത്തി എന്നാണ് ഇസ്രയേൽ ഒരു അവകാശവാദം ഉന്നയിച്ചിരുന്നത്. എന്നാൽ ഇസ്രായേലിൻ്റെ സൈബർ സ്പേസുകൾ നേരത്തെ പറഞ്ഞതുപോലെ എലിമിനേറ്റഡ് കാണിച്ചുകൊണ്ടുള്ള നിരവധിയായ ഇറാൻ്റെ സൈനിക ഉദ്യോഗസ്ഥർ കൊല്ലപ്പെട്ട വാർത്തയിൽ കഹാനിയുടെ പടവും ഇവർ കയറ്റി. എന്നാൽ കമാൻഡർ കൊല്ലപ്പെട്ടിട്ടില്ലെന്ന് മാത്രമല്ല, കൊല്ലപ്പെട്ടു എന്ന് ഇസ്രായേൽ ലോകത്തോട് പറഞ്ഞ ഇദ്ദേഹം ടെഹ്റാനിൽ കഴിഞ്ഞ ദിവസം യുദ്ധ വിജയ ആഘോഷം നടക്കുകയുണ്ട്. അവിടെ വലിയ റാലികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അവിടുത്തെ പ്രതിപക്ഷത്തെ ഭരണപക്ഷത്തിനെതിരാക്കി തിരിച്ചുകൊണ്ട് അവിടെ കുളം കലക്കി ഭരണം അട്ടിമറിച്ച് ആ ജനതയുടെ, അങ്ങനെയാണ് ഇറാഖിലൊക്കെ സംഭവിച്ചത്. അങ്ങനെയാണ് സദ്ദാം ഹുസൈന്, അതോടെ ലിബിയയിൽ ഗദ്ദാഫിക്ക് പുറത്തു പോവേണ്ടി വന്നത്, അഫ്ഗാനിസ്ഥാനിൽ അങ്ങനെയാണ് സംഭവിച്ചിട്ടുള്ളത്. ഒരു പ്രതിപക്ഷത്തെ ആദ്യം സൃഷ്ടിക്കുക, അവർ മുഖാന്തരം ഗ്രൗണ്ട് റിയാലിറ്റിയും ഗ്രൗണ്ട് സപ്പോർട്ടും ഉറപ്പുവരുത്തുക. എന്നിട്ട് ഇപ്പോൾ ഷാ പഹലവി അമേരിക്കയിൽ ഇരുന്നു കൊണ്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ഈ ഇറാൻ്റെ അധികാരം ഏറ്റെടുക്കാൻ ഞാൻ തയ്യാറാണ്. പക്ഷേ അദ്ദേഹത്തിന് ഏറ്റെടുക്കാൻ തയ്യാറാണ് എന്ന് പറയണമെന്നുണ്ടെങ്കിൽ ഒരു ഗ്രൗണ്ട് സപ്പോർട്ട് അവിടെ വേണം. ആ ഗ്രൗണ്ട് സപ്പോർട്ട് എല്ലാവരും ഭരണ പ്രതിപക്ഷ വ്യത്യാസമില്ലാതെ, അവിടെ ഇറാനെ സംബന്ധിച്ചിടത്തോളം അവിടെ ഗോത്രങ്ങളാണ്, ഉപഗോത്രങ്ങളാണ്. ആ ഗോത്രങ്ങളൊക്കെ ഈ ആയത്തുള്ള അലി ഖാംനെയിക്ക് പിന്തുണ കൊടുക്കുന്ന ഒരു സാഹചര്യത്തെയാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. അത്തരത്തിൽ എല്ലാവരും ചേർന്നുകൊണ്ട് ആ രാജ്യത്തെ പ്രൊട്ടക്റ്റ്, അവരുടെ ഒരു വിഷയത്തിൽ ഒന്നിച്ച് നിൽക്കുമ്പോഴാണ് അവിടെ ഒരു വലിയ വിജയാഘോഷം നടത്തുന്നത്. ആ വിജയാഘോഷത്തിലാണ് ഈ പറയുന്ന ഖാൻ അവിടെ പങ്കെടുക്കുകയും അതിൽ ആഹ്ലാദം പ്രകടിപ്പിക്കുകയും ജീവനോടെ അദ്ദേഹം അവിടുത്തെ നാട്ടുകാർക്കിടയിലേക്ക് വരികയും ചെയ്യുന്നു. ആ വീഡിയോ കാണുമ്പോൾ നമുക്കറിയാം അതിൽ ആളുകളൊക്കെ അത്ഭുതപ്പെടുകയാണ്. താങ്കളല്ലേ കൊല്ലപ്പെട്ടത്, ഇസ്രയേൽ പറഞ്ഞല്ലോ താങ്കളെ എലിമിനേറ്റ് ചെയ്തു എന്നൊക്കെ. പക്ഷേ അദ്ദേഹം വളരെ ചിരിച്ചുകൊണ്ട് ആ ഉദ്യോഗസ്ഥൻ അതിൽ പങ്കെടുക്കുന്ന ദൃശ്യങ്ങൾ ഒക്കെ ഇറാനിലെ മെഹർ വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്യുകയാണ്. ഓപ്പറേഷൻ റൈസിംഗ് ലയൺ എന്ന പേരിൽ ഇസ്രയേൽ ജൂൺ 13 ആരംഭിച്ച യുദ്ധത്തിന് ആദ്യഘട്ടത്തിലാണ് ഖുദ്സ് സേനയുടെ തലവനായ ഇസ്മായിൽ ഖാനിയെ വധിച്ചതായി ഇസ്രയേൽ അവകാശപ്പെട്ടിരുന്നത്. എന്നാൽ പിന്നീട് ഇത് സംബന്ധിച്ച സ്ഥിരീകരണമൊന്നും ഇസ്രയേൽ നൽകിയതുമില്ല. ജൂൺ 13 നടത്തിയ വ്യോമാക്രമണത്തിലാണ് ഖാനി കൊല്ലപ്പെട്ടതെന്നാണ് ഇറാനിയൻ വൃത്തങ്ങളെ ഉദ്ധരിച്ചുകൊണ്ട് ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്തിരുന്നത്. എന്നാൽ ഖാനിയുടെ മരണം സംബന്ധിച്ച് ഇറാൻ ഇസ്രയേലിനെ കബളിപ്പിക്കുകയായിരുന്നു എന്നാണ് റിപ്പോർട്ട്. എന്ന് വെച്ചാൽ ഈ യുദ്ധത്തിൽ വളരെ തന്ത്രപരമായിട്ട് പല നീക്കങ്ങളും ഇറാൻ്റെ ഭാഗത്തു നിന്നുണ്ടായി എന്ന് ഇറാൻ്റെ യുദ്ധതന്ത്രത്തെ നിരീക്ഷിക്കുമ്പോൾ യുദ്ധത്തിന് ആവശ്യം ആയുധബലം മാത്രമല്ല, സൈനിക ബലം മാത്രമല്ല, ബുദ്ധിയാണ് എന്ന് പലപ്പോഴും പറയാറുണ്ട്. ബുദ്ധിയും കുബുദ്ധിയും തന്ത്രവും മറുതന്ത്രവും ഒക്കെ പറ്റുക. അതിൽ 2-3 ഉദാഹരണങ്ങൾ ഇതിന് അവിടെ നമുക്ക് കാണാം. ഒന്ന്, ഇസ്രയേലിനകത്തുള്ള അയൺ ഡോമിനെ അസ്ഥിരമാക്കുക എന്ന് വെച്ചാൽ ഒരു മിസൈൽ അങ്ങോട്ട് അയച്ചാൽ അതിനെ പ്രതിരോധിക്കുവാൻ ഇസ്രയേൽ ഉപയോഗിക്കുന്നത് അയച്ച മിസൈലിനേക്കാൾ കനവും ഭാരവും സമ്പത്തും ഒക്കെ കുന്നുകൂടിയിട്ടുള്ള മിസൈലുകളാണ് എന്നർത്ഥം. എന്ന് വെച്ചാൽ ഇറാൻ ചെയ്തുകൊണ്ടിരുന്നത് താരതമ്യേന വളരെ തുച്ഛമായിട്ടുള്ള പണം മാത്രം വിനിയോഗിച്ച
ഡ്രോണുകൾ അയൺ ഡോമിന് നേരെ അയക്കും. എന്നാൽ അയൺ ഡോം കോടിക്കണക്കിന് മില്യൺ കണക്കിന് രൂപ വില വരുന്ന മിസൈലുകളാണ് ഈ കുഞ്ഞു ഡ്രോണുകളെ തകർക്കാൻ വേണ്ടി ഉപയോഗിച്ചത്. ഇസ്രായേൽ കരുതിയത് ഇവർ ഞങ്ങൾക്കെതിരെ ആക്രമണം നടത്തുകയാണെന്നാണ്. എന്നാൽ ഇസ്രായേൽ നിരീക്ഷിച്ചത് ഇവരുടെ ആയുധത്തിൻ്റെ ബലം കുറക്കുക, എണ്ണം കുറക്കുക, തോത് കുറക്കുക. ഇതിനടുത്താണ് ന്യൂയോർക്ക് ടൈംസിൽ ഒരു റിപ്പോർട്ട് വരുന്നത്, ഇസ്രായേലിൻ്റെ അയൺ ഡോമിൻ്റെ കയ്യിൽ ഇനി 10 ദിവസത്തേക്ക് മാത്രമുള്ള പ്രതിരോധ മിസൈലുകൾ മാത്രമേ ശേഷിക്കുന്നുള്ളൂ എന്നുള്ളത്. അവിടെ നമ്മൾ ഇതിനോട് ചേർത്ത് വായിക്കുക, എന്തുകൊണ്ട് ഇപ്പോൾ യുദ്ധം പെട്ടെന്ന് തന്നെ അമേരിക്കയുടെ നേതൃത്വത്തിൽ ഇസ്രായേൽ യുദ്ധം നിർത്തി എന്നത് നമ്മൾ ഇതൊക്കെ ചേർത്ത് വായിക്കുക. ഈ റിപ്പോർട്ട് ഇനി ഇതൊക്കെ നിറച്ചുകൊണ്ട് ഇവർ വീണ്ടും വരും, യുദ്ധത്തിന് വരും. ഇതാണ് ഇതിൻ്റെ ഒരു ഘട്ടമെന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരത്തിൽ ബുദ്ധി ഇതിൽ വളരെ പ്രധാനമാണ്. മറ്റൊരു കാര്യം, ഇസ്ഫഹാനിലെ കേന്ദ്രത്തിലേക്ക് അമേരിക്ക ആക്രമണം നടത്തി എന്ന് പറയുന്നു. 60% യുറേനിയം സമ്പുഷ്ടീകരിച്ചിരുന്നത് നശിപ്പിച്ചു എന്ന് അമേരിക്ക അവകാശപ്പെടുന്നു. എന്നാൽ അതിൻ്റെ തൊട്ടു തലേ ദിവസം അല്ലെങ്കിൽ 1-2 ദിവസങ്ങൾക്ക് മുമ്പാണ് 10-12 വലിയ ട്രക്കുകളിൽ ഈ സമ്പുഷ്ടീകരിച്ച യുറേനിയവുമായി ഇവരിവിടെ നിന്ന് കടന്നു കളഞ്ഞു എന്നും അവിടേക്കാണ് അമേരിക്ക മിസൈൽ വർഷം അല്ലെങ്കിൽ ബസ്റ്റർ ഉപയോഗിച്ചത് എന്നുമൊക്കെയുള്ള വാർത്തകളും വരികയാണ്. അപ്പോൾ നമ്മൾ ആലോചിക്കുക, ബുദ്ധിയും ആയുധബലം മാത്രം പോരാ, ബുദ്ധി ഇതിൽ വളരെ നിർണായകമായിട്ടുള്ള ഒന്നാണ്. അതുപോലെയുള്ള ഒരു കബളിപ്പിക്കലാണ്, ശ്രദ്ധ തിരിക്കലാണ് ഇസ്രായേൽ ഖാനി കൊല്ലപ്പെട്ടത്. കാരണം 13-നാണ് ഖാനി കൊല്ലപ്പെട്ടു എന്ന വാർത്ത ഇസ്രായേൽ സ്ഥിരീകരിക്കുന്നത്. അദ്ദേഹം പ്രത്യക്ഷപ്പെടുന്നത് ഇന്നലെയാണ്, അഥവാ ജൂൺ 24-നാണ് ജൂൺ 24 വൈകുന്നേരമാണ് ഇദ്ദേഹം പ്രത്യക്ഷപ്പെടുന്നത്. അപ്പോൾ 13 ദിവസം കഴിഞ്ഞ് ഇദ്ദേഹം ഈ ഇസ്രായേലിൻ്റെ പ്രൊപ്പഗണ്ടയെ പൊളിക്കുന്നതിന് വേണ്ടി ഇറാൻ കാണിച്ചിട്ടുള്ള ആ ഒരു ബുദ്ധിയുണ്ട്, അതിനെ നമ്മൾ സമ്മതിക്കാതെ തരമില്ല. 2024 ഒക്ടോബറിലെ ബൈറൂത്തിലുണ്ടായ ആക്രമണത്തിൽ ഖാനി കൊല്ലപ്പെട്ടതായി മുൻപും ഇതുപോലെ ഇസ്രായേൽ വ്യാപകമായ പ്രചാരണം നടത്തിയിരുന്നു. നമ്മൾ ഓർക്കണം, ഇറാൻ ഹിസ്ബുള്ളയുടെ നേതാവ് ഹസൻ നസ്രുള്ളയെ ഇസ്രായേൽ വധിച്ച സംഘർഷ സാഹചര്യത്തിൽ ഇദ്ദേഹം കൂടി കൊല്ലപ്പെട്ടുവെന്ന് അന്ന് ഇസ്രായേൽ പറഞ്ഞിരുന്നതാണ്. ഏറെക്കാലത്തിന് ശേഷം ഖാനി വീണ്ടും പൊതുമധ്യത്തിലെത്തുകയാണ്. ഇറാനിലെ ശക്തനായ സൈനിക മേധാവി കൂടിയാണ് ഖാനി എന്ന് നമ്മൾ ഓർക്കണം. 2020 ജനുവരി 3-ന് ഇറാന്റെ ഉന്നത സൈനിക കമാൻഡർ ജനറൽ ഖാസിം സുലൈമാനി ബഗ്ദാദിൽ US ഡ്രോണാക്രമണത്തിൽ കൊല്ലപ്പെട്ടതിനെ തുടർന്നാണ് ജനറൽ ഇസ്മായിൽ ഖാനി പിൻഗാമിയായി ചുമതല ഏറ്റെടുക്കുന്നത്. അതേസമയം ഇസ്രായേലും ഇറാനും വെടിനിർത്തൽ ധാരണയിലെത്തിയതോടെ പശ്ചിമേഷ്യയിൽ 12 ദിവസമായി തുടർന്നു വന്ന യുദ്ധത്തിന് കൂടി ഇവിടെ അറുതിയായിരിക്കുന്നു എന്നതും ഇതോടുകൂടി ചേർത്ത് വായിക്കുക. ഏതായിരുന്നാലും ബോംബുകൾ മാത്രമുണ്ടായിട്ട് കാര്യമില്ല, അതിലെ ബുദ്ധി കൂടി, നമ്മൾ അത് ഉപയോഗിക്കുന്നിടത്തെ ബുദ്ധി കൂടി ഇതിൽ പ്രധാനമാണ് എന്നത് നമ്മൾ അറിയുക. യുദ്ധം ചില രസകരമായ സംഭവങ്ങൾക്ക് കൂടി സാക്ഷ്യം വഹിക്കും. അതിൽപ്പെട്ടതാണ് ഇത്തരത്തിലുള്ള ഖാനി എവിടെയായിരുന്നു എന്നതിൻ്റെ ഇറാൻ വൈകി നൽകിയിട്ടുള്ള ആ ഉത്തരം എന്നത്. waytonikah.com, the exclusive Muslim matrimonial site.